ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചേർത്തലയിൽ നടക്കുന്ന അന്വേഷണം ഒരു സീരിയൽ കില്ലറിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. ചർച്ച മുഴുവൻ നിങ്ങൾ കണ്ടല്ലോ. കുറേ കാലമായി കൊലപാതകങ്ങളെല്ലാം മറച്ചു വെച്ചാലും എന്തെങ്കിലും ഒരു സാധനം ബാക്കി കാണും കൊലപാതകം കണ്ടെത്താൻ. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് സംശയം തോന്നുന്ന ഒരു വാർത്തയോടെ നമുക്ക് ഇന്നത്തെ പ്രൈം ടൈമിൽ തുടങ്ങാം. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 കൊല്ലമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PAയ്ക്കും സെഷൻ ക്ലാർക്കിനുമാണ് സസ്പെൻഷൻ. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖയുടെ UPST തസ്തികയിലെ നിയമനം ഉപാധികളോടെ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ തുക ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഷിജോ. എന്നാൽ ശമ്പള കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പ്രതി ഉണ്ടായിരുന്നു. ജനുവരി 17 മുമ്പായിട്ട് നമുക്ക് ശമ്പളം ഫുൾ എഴുതിത്തരണം. ഗവൺമെൻറ് അത് വെച്ച് ഓർഡർ ഇട്ടിരുന്നു. ഈ ജനുവരി 30 മുമ്പ് എഴുതി കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. ആ 2 ഓർഡർ ഇവർ ധിക്കരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ NG, സൂപ്രണ്ട് ഫിറോസസ്, സെക്ഷൻ ക്ലർക്ക് ബിനിയാർ എന്നിവരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനും സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു. 24 പത്തനംതിട്ട. എന്തായാലും കടുത്ത നടപടി തന്നെ എടുക്കണം. കാര്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള സംശയം തോന്നും. അവസരത്തിനൊത്ത മന്ത്രി ഉയർന്നു. പക്ഷേ ഇത്രയും കൊല്ലമൊക്കെ ഇവർക്ക് ന്യായമായി കിട്ടേണ്ട തുകയൊക്കെ നീട്ടിവെച്ച് ഒരാളുടെ മരണത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി ചേർത്തലയിൽ ദുരൂഹതയേറുന്നു. ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ രാത്രിയും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വീടിനകത്തെ ബാത്റൂമിൽ നിന്ന് രക്തക്കറ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ പ്രതി സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീടിൻ്റെ പിന്നിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെടുത്തു. വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തു. സെബാസ്റ്റ്യനുമായി പോലീസ് സംഘം ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിലെ ഓഫീസിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചേർത്തലയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഈ അന്വേഷണം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ, ചില തെളിവുകളൊക്കെ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു സീരിയൽ കില്ലർ സാവധാനം ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കാണുന്നു. SKN 7 മണിക്കൂറാണ് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് വീട്ടിൽ നിന്ന് പരിശോധന നടത്തിയത്. അതിൽ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന. ആദ്യം പരിശോധന നടത്തിയത് ഈ വീടിന് പുറകുവശത്തെ പറമ്പിലാണ്. ആദ്യ പരിശോധനയിൽ തന്നെ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു. പിന്നാലെ പുറകിലുള്ള കുളം വറ്റിച്ചു. അവിടെ നിന്നും അസ്ഥി കഷ്ണവും വസ്ത്രത്തിന്റെ ഭാഗവും ലഭിച്ചു. അസ്ഥി കഷ്ണം നേരത്തെ ലഭിച്ച അസ്ഥിയുടെ ബാക്കി തന്നെ എന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഉപയോഗിക്കാത്ത കുളമായിരുന്നു, അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും ആകാം എന്നൊരു സംശയമുണ്ട്. അത് കൊലപാതകവുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരണമില്ല. പക്ഷേ അതും ഫോറൻസിക് കസ്റ്റഡിയിലെടുത്ത് അതിൽ വിശദമായ പരിശോധന നടത്തും. കെടാവർ നായ നടത്തിയ പരിശോധനയിലാണ് ഒരു കൊന്തയുടെ അവശിഷ്ടം അവിടെ നിന്ന് ലഭിച്ചത്. അതും കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ ചില നിർണായകമായ, അതായത് ഈ പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ ഒരു നേരത്തെ ലഭിച്ചതിന് തന്നെയാണെങ്കിൽ അവിടെ ഒരു മൃതദേഹം വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ക്രൈംബ്രാഞ്ചിന് ആകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, അതിനുശേഷം ഇത് ആരുടെ മൃതദേഹമാണെന്ന് അറിയണം. DNA പരിശോധനാ ഫലം വരെ കാത്തിരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അതിനിടയിലും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ചോദ്യങ്ങളോട് നിസ്സഹകരണമാണ്. ആകെ അയാൾ ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ വേണമെന്നുള്ള കാര്യം മാത്രമാണ് ആവർത്തിച്ച് പറയുന്നത്. അതുതന്നെ അയാളുടെ ഈ സൈക്കോപാത്ത് കില്ലർ എന്ന രീതിയിലുള്ള ഒരടവാണോ എന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത് ഈ അസ്ഥികഷ്ണങ്ങളാണ് തെളിവായിട്ടുള്ളത്. ഒപ്പം ഈ ജയനമ്മയുടേതും ഈ സെബാസ്റ്റ്യൻ്റെയും മൊബൈൽ ടവർ, അത് ഒരേ സ്ഥലത്ത് എത്തിയൊരു വിവരം
നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുമ്പിലുണ്ട്. ഒപ്പം ഈ ചില സാക്ഷിമൊഴികളുണ്ട്. ഇത് മൂന്നുമാണുള്ളത്. പക്ഷേ അപ്പോഴും സെബാസ്റ്റ്യനാണ് ജൈനമ്മയെ കൊലപ്പെടുത്തിയതെന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ഈ ബുധനാഴ്ചയോടുകൂടി DNA പരിശോധനാ ഫലം വരും. ഈ തിരോധാന കേസുകളിൽപ്പെട്ട ആരുടെയെങ്കിലുമാണ് ഈ ലഭിച്ചിട്ടുള്ള അസ്ഥികളെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകും. അതങ്ങനെയല്ല, ഇത് മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. ഇയാളൊരു സൈക്കോപാത്ത് ആണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ലെങ്കിലും അയാളുടെ ചേഷ്ടകൾ, അയാളുടെ മറുപടികൾ ഒക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലും അന്വേഷണ സംഘത്തിന് പിടികൊടുക്കുന്നില്ല, ഒരു ചോദ്യത്തിലും അയാൾ വീഴുന്നില്ല. കൃത്യമായ മുൻകരുതലോടെ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രം ആവർത്തിച്ച് പറയുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നാളെ ചേർത്തലയിലെ വീട്ടിൽ തെളിവെടുപ്പില്ല എന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കോട്ടയം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ഉണ്ടാകുക. അടുത്ത ദിവസമാണ് ആലപ്പുഴ യൂണിറ്റ് ഈ എക്സ്കവേറ്റർ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുക. അതൊരു നിർണായക പരിശോധനയാണ്. പ്രത്യേകിച്ച് ഈ നേരത്തെ ഈ അസ്ഥി കണ്ടെത്താനുള്ളൊരു ഉപകരണമാണത്. അത് പെട്ടെന്ന് തന്നെ ആഴത്തിൽ അസ്ഥി കുഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ആ പരിശോധനയും ഇതിൽ നിർണായകമാണ്. അത് അടുത്ത ദിവസം നടത്തും. അങ്ങനെ തെളിവിന് വേണ്ടി എല്ലാ വഴികളും തേടുകയാണ് ക്രൈംബ്രാഞ്ച്. പക്ഷേ ഇപ്പോഴും ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ലീഡ് എന്ന് പറയാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. അത് കണ്ടെത്താനുള്ള പരമാവധി ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. കോട്ടയം യൂണിറ്റും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റും കിടന്ന് പരിശ്രമിക്കുകയാണ്. അതിൽ ഒരു ഫലമുണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി വരിക ഈ DNA പരിശോധനാ ഫലമാണ്. SK വിഷ്ണു, ഈ ചേർത്തല ഭാഗത്തു നിന്ന് കാണാതായിട്ടുള്ള മറ്റാരെങ്കിലും ഈ സെബാസ്റ്റ്യനുമായി കൂട്ടി കണക്ട് ചെയ്യുന്ന കാര്യം ജനങ്ങളോ ആരെങ്കിലും പറയുന്നുണ്ടോ? SK നിലവിൽ 4 പേരുകളാണ് സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതിലൊന്ന് 2026 കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 കാണാതായ ആയിഷ, അതോടൊപ്പം തന്നെ ജൈനമ്മ. പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അഭ്യൂഹങ്ങളാണ് സിന്ധു എന്ന് പറയുന്ന ഈ അർത്തിങ്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസുണ്ട്. അവർക്കും ഇയാളുമായി ബന്ധമുണ്ടെന്ന്. അതിനപ്പുറത്തേക്ക് ഇതുവരെ പുതിയ കേസുകൾ ഒന്നും സെബാസ്റ്റ്യനെ കണക്ട് ചെയ്ത് വന്നിട്ടില്ല. പോലീസ് പക്ഷേ ഈ തിരോധാന കേസുകൾ, വിവിധ സ്റ്റേഷനുകളുടെ തിരോധാന കേസുകളൊക്കെ ലിസ്റ്റ് എടുക്കും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇയാളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു പാറ്റേൺ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി അടുപ്പത്തിലാവുകയും അവരുടെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം ഇയാളെന്നാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഒരു കണ്ടെത്തൽ. പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകങ്ങൾ ചെയ്തത് ഇയാളാണെന്ന് ഉറപ്പിക്കണം. അതിനുശേഷം മാത്രമേ ഇയാളുടെ പാറ്റേൺ ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇയാൾ ചെയ്തതാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇയാളുടെ മറ്റ് നടപടിയിലേക്ക് കടക്കുക. ഇതുവരെ പുതിയ കേസുകളൊന്നും അല്ലെങ്കിൽ പുതിയ മിസ്സിംഗ് കേസുകളൊന്നും സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്തിട്ടില്ല. ഈ 4 പേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനുമായി നിൽക്കുന്നത്. അതിൽ 3 പേർ ബിന്ദുവിൻ്റെയും ഐഷയുടെയും ഒപ്പം ജൈനമ്മയുടെയും. അവർക്ക് സെബാസ്റ്റ്യനുമായി ഡയറക്റ്റ് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് സിന്ധുവിന് ഇയാളുമായുള്ള ബന്ധമെന്ന് പരിശോധിച്ചു വരികയാണ്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പിടിയിലായ സെബാസ്റ്റ്യൻ സീരിയൽ സൈക്കോ കില്ലറാണോ എന്ന സംശയം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുണ്ട്. അന്വേഷണത്തോട് ഒട്ടും സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല. ജൈനമ്മ കൊലക്കേസിൽ സെബാസ്റ്റ്യനെ പൂട്ടാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുകയാണിപ്പോൾ. 67 വയസ്സ് പ്രായം, പറയത്തക്ക ജോലിയൊന്നുമില്ല സെബാസ്റ്റ്യന്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കോടികൾ. സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിച്ചാണോ സെബാസ്റ്റ്യൻ കോടീശ്വരനായത്? ിൽ കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. 2013 ബിന്ദുവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി അത് മറിച്ചുവിറ്റ് കോടികൾ സ്വന്തമാക്കി. പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തെളിവെടുപ്പടക്കം നടത്തി. പക്ഷേ കോടതിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ഊരിപ്പോന്നു. ബിന്ദു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുക സെബാസ്റ്റ്യന് മാത്രമാണ്. ഏക്കറിൽ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു വീട്. അതാണ് സെബാസ്റ്റ്യന്റെ കോട്ട.
ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണാതായ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ്. വീടിനകത്തും പുറത്തും പരിശോധനകൾ ശക്തമാകുകയാണ്. കേസിൽ സെബാസ്റ്റ്യന്റെ മൊഴി നിർണായകമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണമെന്നും മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇടയ്ക്ക് ചെറുതായി ഒന്ന് ചിരിക്കും. ഇതുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ചിന് ഇനിയും വ്യക്തമല്ല. ആ പശ്ചാത്തലത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത്. ിൽ കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 മിസ്സിംഗായ ഐഷ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ, സിന്ധു തിരോധാന കേസ്, ഇവരെല്ലാവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന കാര്യം ഏറെക്കുറെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. ജൈനമ്മയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് ഈ തിരോധാന കേസുകളുടെ. ആലപ്പുഴയിൽ നിന്ന് അനന്തുബി നായർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു, ഈ ചേട്ടൻ ചേർത്തലയിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ നിന്ന് പറയുന്നതൊക്കെ എനിക്ക് കാണാം. വിഷ്ണു സുരേഷ് എന്ന് പറയുന്നതാണോ ധനിക്ക് കേൾക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഈ നിങ്ങളുടെ ഈ സെബാസ്റ്റ്യനെ പൂട്ടും. അത് ക്രൈംബ്രാഞ്ച് അത്രയും ഗൗരവത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോതമംഗലം കൊലപാതകത്തിൽ പ്രതിയായ യുവതി ലക്ഷ്യമിട്ടത് 3 പേരെ എന്ന് ഇപ്പോൾ സംശയം. മുൻ കാമുകന്മാരെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടായിരുന്നു. ആൻസിലിനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നു. ലാൽകൃഷ്ണൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. ഇത് കൃത്യമായ ആസൂത്രണം ചെയ്ത പകയുടെ ബാക്കി പത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കൊലപാതകമാണ്. ഇത് ഒരാളിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ ആ യുവതി അതിബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരു 3 പേരുടെ കൊലപാതകമായി മാറിയേനെ എന്നുള്ള സംശയങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം തന്നെ ചൂഷണം ചെയ്തത്, സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത 3 പേരാണ് പ്രധാനമായിട്ടും ഇവരുടെ എതിരാളികളായിട്ടുള്ളത്. അതിലൊരാൾ മാത്രമാണ് അൻസിൽ, മറ്റ് 2 പേർ കൂടിയുണ്ട്. അതിലൊരാൾ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തും, ഒരാൾ ജയിലിനകത്തും കഴിയുന്ന ഒരാളാണ്. ഇവരെയും സമാനമായ രീതിയിൽ കൊല്ലാനുള്ള പദ്ധതി അവർ ഇട്ടിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അൻസിലിനെ കൊല്ലുന്നതിനും ഇവർ കൃത്യമായൊരു ആസൂത്രണം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബന്ധം വളരെ മോശമായിരുന്നു എങ്കിൽ പോലും വളരെ സ്നേഹത്തോടെയും ഭാവത്തോടെയും തന്നെയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം അൻസിലിന് വിഷം നൽകുകയായിരുന്നു. കളനാശിനിയാണ് നൽകിയത് എന്ന കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 5 ml അടുത്ത കളനാശിനി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അൻസിലിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അൻസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഈ യുവതി പിൻവലിച്ചിരുന്നു. ആ കേസിൻ്റെ അകത്ത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു. ആ കേസ് പിൻവലിച്ചാൽ പണം തരാമെന്നുള്ളതായിരുന്നു അൻസിലിൻ്റെ ഓഫർ. പക്ഷേ കേസ് പിൻവലിച്ച് 1.5 മാസം കഴിഞ്ഞിട്ടും പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ മാത്രമാണ് അൻസിൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ പകയും ഇതോടൊപ്പം തന്നെ കാലങ്ങളായി ചൂഷണം ചെയ്തതിൻ്റെ പകയും ഈ യുവതിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഈ വിഷം ഉള്ളിൽ ചെന്ന് അല്ലെങ്കിൽ വിഷം കൊടുത്തതിന് ശേഷം യുവതി തന്നെ അൻസിലിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിഷം തന്നു കൊല്ലുകയാണ്, നീ കഴിക്കുന്നത് വിഷമാണ് എന്നുള്ളത്. അൻസിൽ മദ്യപിക്കില്ലാത്ത ഒരാളാണ്. പക്ഷേ അൻസിലിൻ്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ തന്നെ. അതിനകത്ത് ലഹരി പദാർത്ഥങ്ങളുടെ കേസാണ് ഏറ്റവും കൂടുതൽ. കഞ്ചാവ്, MDMA എന്നിവയുടെ വിൽപ്പനയുടെ കേസുകളുണ്ട്. ഇതോടെ ഗുണ്ടാ പിരിവിൻ്റെ കേസുണ്ട്. അടിപിടി കുറ്റകൃത്യം പോലുള്ള അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ് അൻസിൽ. അൻസിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പല ആളുകൾക്കും അത്തരത്തിൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളും അത്തരത്തിൽ ആയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ യുവതിയുമായും ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അൻസിൽ. അൻസിലിന് വിഷം നൽകിയ ശേഷം പോലീസിനെ ഈ വിവരം അറിയിക്കുന്നതും യുവതി തന്നെയാണ്. എവിടെയാണ് യുവതിയുടെ ഒരു അതിബുദ്ധി ഈ കേസിൽ യുവതിയെ തന്നെ കൊടുക്കുന്ന രീതിയിലേക്ക് പോയത് എന്നാണ് പോലീസ് കണക്കുകൂടുന്നത്. ഒരുപക്ഷെ അൻസിൽ ആ വിഷം കഴിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്തായിരുന്നെങ്കിൽ വഴിമധ്യേ വിഷം കഴിച്ച് മരിച്ച രീതിയിലായിരിക്കും അൻസിലിനെ കണ്ടെത്തുക. അതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള യാതൊരു സാഹചര്യവും ആ സമയത്ത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക, വിഷം കൊടുക്കുക, വിഷം തന്ന കാര്യം അൻസിലിനോട് തന്നെ പറയുക, അതിനുശേഷം അൻസിൽ എൻ്റെ വീട്ടിൽ വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പോലീസിനോട് യുവതി തന്നെ വെളിപ്പെടുത്തുന്നു.
തൊട്ടു പിന്നാലെ അൻസിലും പോലീസിനെ വിളിക്കുന്നു. പോലീസ് എത്തുമ്പോൾ അൻസിൽ പോലീസിനോട് നൽകുന്ന ആദ്യത്തെ മൊഴി ഇവൾ എന്നെ കൊല്ലാൻ നോക്കുന്നു, ഇവൾ എന്നെ ചതിച്ചു, എനിക്ക് വിഷം തന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ ചുരുളഴിയാൻ തുടങ്ങുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞു എങ്കിൽ പോലും യുവതി ഒളിക്കാനോ മറയാനോ തയ്യാറായിട്ടില്ല. പക്ഷേ CCTV ഹാർഡ് ഡിസ്ക് അടക്കം അവിടെ നിന്ന് കൃത്യമായി മാറ്റിയിട്ടുണ്ട്. ഈ വിഷം കഴിക്കുന്ന സമയത്ത് അൻസിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം കഴിച്ചിരുന്നോ എന്ന കാര്യം സംശയിക്കുന്നുണ്ട്. കാരണം നോർമലി ഒരാൾക്ക് സാധാരണഗതിയിൽ അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അൻസിൽ ഇത്ര അളവിൽ അത് ഉള്ളിൽ ചെന്ന സ്ഥിതിക്ക് മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം ലഹരിക്ക് അടിമയായ ഒരാൾ കൂടിയാണ് അൻസിൽ. അപ്പോൾ അത്തരത്തിലൊരു പദാർത്ഥം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിയാതിരുന്നത് എന്ന് പോലീസ് കണക്കൂട്ടുന്നുണ്ട്. എന്തായാലും ആന്തരിക അവയവങ്ങളുടെ പരിശോധന സാമ്പിൾ വരണം. അതോടൊപ്പം ഈ 3 പേരെ കൂടി ഏത് രീതിയിലാണ് കൊലപ്പെടുത്താൻ ഈ യുവതി പദ്ധതി തയ്യാറാക്കിയത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വധശ്രമത്തിൻ്റെ കേസിൽ അൻസിലും മറ്റ് 2 പ്രതികളും ജയിലിൽ കടന്നവരാണ്. അതിൽ ജാമ്യം കിട്ടി പുറത്തു വന്നവരാണ് ഇവർ 3 പേരും. ഇത് കൂടാതെ ഈ യുവതി നൽകിയിരിക്കുന്ന 3 പീഡന പരാതികൾ അതിൻ്റെ അകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ കൂടിയുണ്ട്. അതായത് ഇവരൊരു റേപ്പ് വിക്ടിം ആണ് എന്നുള്ളത് വരുത്തി തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇവരുടെ പേര് പറയാൻ മടിക്കുന്നത്. എന്നിരുന്നാൽ പോലും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നാടിനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു കൊലപാതക പരമ്പരയിലേക്ക് പോകാവുന്ന സംഭവമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറയുന്ന പോലെ കൂടത്തായി പോലെയോ അല്ലെങ്കിൽ നരബലി പോലെയോ ഒക്കെ വലിയൊരു സംഭവമായി മാറേണ്ട സംഭവമാണ് ഒരു കൊലപാതകത്തിലെങ്കിലും അവസാനിച്ചു എന്ന് ആശ്വസിക്കാൻ കഴിയുന്നത്. അപ്പോഴും അവരുടെ പദ്ധതി, പ്ലാൻ അതെല്ലാം അവർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. താങ്ക് യു ലാൽകൃഷ്ണൻ. അനീഷ് ഉൾപ്പെടെ കുറേ ആൾക്കാർ എറണാകുളത്ത് അവധിയുണ്ടോ, എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ ചിലർ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മഴ കണ്ടാലുടൻ അവധി ചോദിക്കുമെന്നുള്ള രീതിയിലാണ്. അമ്മാവ അവധിയുണ്ടോയെന്നും ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവധിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു മഴ സാഹചര്യം കേരളത്തിലില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും പരിശീലനം വേണമെന്ന് അടൂർ ആവർത്തിച്ചു. SC/ST വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് ചൂണ്ടിക്കാണിച്ച് സാമൂഹിക പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി കൊടുത്തു. എന്നാൽ മാധ്യമങ്ങൾ തന്നെ തെറ്റായി കോട്ട് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു അടൂരിൻ്റെ ഒരു പരാമർശം. എന്തായാലും പരാമർശത്തിൽ അടൂരിനെ പിന്തുണച്ചും എതിർത്തുമൊക്കെ ചലച്ചിത്ര പ്രവർത്തകർ ഇന്ന് രംഗത്ത് വന്നു. ഇന്നലെ നടത്തിയ പരാമർശത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹിക പ്രസക്തി വേണം. സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്നലത്തെ പ്രതിഷേധമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി രംഗത്തെത്തി. സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരിയൊക്കെ ഇതിനേക്കാളൊക്കെ എല്ലാം ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാൻ, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SC/ST ഉള്ള ഒരു വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ അതുവഴി അഴിമതി ഉണ്ടാക്കാൻ ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതിനുള്ള തെളിവ് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദിനുവയിൽ നൽകിയ പരാതിയിൽ SC/ST കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും സിനിമാ മേഖലയിൽ നിന്ന് അഭിപ്രായമുയർന്നു. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വലിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. പൈസ മാത്രം കൊടുത്താൽ പോരാ, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മുഴുവനിലാണ് ആ മീനിങ് ഇരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നുമായിരുന്നു സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. 24 തിരുവനന്തപുരം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിലും ഭിന്നാഭിപ്രായമുണ്ടായി. പരാമർശത്തിനെതിരെ ഡോക്ടർ R ബിന്ദു രംഗത്ത് വന്നു. VN വാസവൻ എന്നാൽ ഈ പ്രസ്താവനയെ ന്യായീകരിച്ചു. പരാമർശത്തെ UDF നേതാക്കളും ഇന്ന് വിമർശിച്ചത് കണ്ടു. വിശ്വ ചലച്ചിത്രവേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസമുണ്ടാകണം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പ്രതികരണം. പരാമർശത്തോടുള്ള വിയോജിപ്പ് ഇന്നും മന്ത്രി ആവർത്തിച്ചു. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സ് ആണ്, പുരുഷ നോട്ടമാണ്. എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പരാമർശം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി OR കേളുവും പറഞ്ഞു. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തി.
സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു. ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ 3 കൊല്ലത്തെ ഒരു ക്ലാസ് കൊടുക്കണം എന്നായിരുന്നു നടനും MLA-യുമായ M. മുകേഷിന്റെ പ്രതികരണം. അവരെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ആവശ്യമെങ്കിൽ 3 മാസത്തെ ഒരു ക്ലാസ് കൊടുക്കണം. പരാമർശത്തിൽ ഇന്നലെ തന്നെ താൻ മറുപടി പറഞ്ഞതാണെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വിവാദമാക്കേണ്ടെന്ന് മന്ത്രി വി. ശിവൻകുട്ടിയും പറഞ്ഞു. സ്പീക്കർ എൻ. ഷംസീർ, കെ. രാധാകൃഷ്ണൻ MP തുടങ്ങിയവരും പരാമർശത്തിനെതിരെ രംഗത്തെത്തി. അടൂരിനെപ്പോലൊരാൾ അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. പരാമർശത്തെ BJP രാജ്യസഭാംഗം C. സദാനന്ദനും വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഈ വിവാദത്തോട് പ്രതികരിച്ച മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിവാദം അനാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പട്ടികജാതി പട്ടികവർഗ സംവിധായകർക്ക് പ്രഖ്യാപിച്ച ധനസഹായം 1.5 കോടി ധനസഹായം 2021-22 50 ലക്ഷം രൂപയെ വെട്ടിക്കുറച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. സാംസ്കാരിക വകുപ്പിൻ്റെ പ്രതിഷേധം കണക്കിലെടുത്ത് ധനകാര്യ വകുപ്പും പ്ലാനിംഗ് ബോർഡും തീരുമാനം മാറ്റി തുക 1.5 കോടിയായി പിന്നീട് പുനഃസ്ഥാപിച്ചു. 2ാം പിണറായി സർക്കാരാണ് പുനഃസ്ഥാപിച്ച ഈ തുക നൽകിയതെന്നും AK ബാലൻ ഓർമ്മിക്കുന്നു. സിനിമാ കോൺക്ലേവിൽ ഈ പദ്ധതി 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ആരംഭിച്ചതെന്ന പരാമർശം ശരിയല്ല. 1ാം പിണറായി സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് AK ബാലൻ പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങും. ആലുവ ജലശുദ്ധീകരണശാലയിൽ വാർഷിക അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് കുടിവെള്ളം മുടങ്ങുന്നത്. കൊച്ചി കോർപ്പറേഷൻ, ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളെ ഇത് ബാധിക്കും. അമൽ സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അമൽ, പറയൂ. SKN, കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പലപ്പോഴായി കൊച്ചി നിവാസികൾ കുടിവെള്ളത്തിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ്, വാട്ടർ അതോറിറ്റിയുടെ നിരന്തരമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആലുവ ജലസംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ടാങ്കിൽ നടക്കുന്ന ഒരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ടാണ് 7ാം തീയതി, അതായത് വരുന്ന വ്യാഴാഴ്ച കൊച്ചിയിൽ നഗരത്തിൽ കുടിവെള്ളം വ്യാപകമായി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ലെറ്റർ പാഡിൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ വ്യക്തമായിരിക്കുന്നത്. ഇത് പ്രകാരം കൊച്ചി കോർപ്പറേഷൻ, ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളും അതോടൊപ്പം തന്നെ എടത്തല, കീഴ്മാട്, ചേരാനെല്ലൂർ, മുളവുകാട്, എളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലുമാണ് കുടിവെള്ളം വ്യാപകമായി മുടങ്ങുക. അപ്പോൾ ഈ ദിവസത്തേക്ക് വേണ്ടി പ്രത്യേകം കരുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. SKN. മറ്റൊരു വാർത്തയിലേക്ക്. താങ്ക് യു അമൽ സുരേന്ദ്രൻ. തിരുവനന്തപുരം കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിൽ മദ്യലഹരിയിൽ അച്ഛൻ മകന്റെ കഴുത്തിന് വെട്ടി. കീഴാവൂർ സ്വദേശി വിജയൻ നായരാണ് മകൻ വിനീതിനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, വിശദാംശങ്ങൾ. SKN മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. മദ്യലഹരിയിൽ അച്ഛൻ മകനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിൽ വിനീതിനെയാണ് അച്ഛൻ വിജയൻ നായർ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഈ ഇരുവരും നേരത്തെയും മദ്യലഹരിയിൽ ഈ വഴക്കിടാറുണ്ട് എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന കാര്യം. ഇന്ന് രാത്രി 7 മണിയോടുകൂടി തന്നെ ഇരുവരും മദ്യപിക്കുകയും തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ വിജയൻ മകനെ കഴുത്തിൽ വെട്ടുന്നത്. കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഈ വിനീതിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN. തൃശ്ശൂരിലെ ചാലക്കുടി മലക്കപ്പാറ വീരൻകുടിയിൽ 4 വയസ്സുകാരനെ ആക്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന പുലിയുടെ ദൃശ്യം 24-ന് കിട്ടി. കുട്ടി ആക്രമിച്ച ദിവസം രാത്രി ഉന്നതയ്ക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിൽ പുലി എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലക്കപ്പാറയിലെ കടക്കാരനാണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. ഇതേ പുലി തന്നെയാണ് അതേ പുലി എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ സൂരജ്?
എസ്കേൻ, എന്തായാലും അത് സ്ഥിരീകരിക്കേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ഈ ഉന്നതിക്ക് സമീപം പുലി എത്തിയതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ കുട്ടി ആക്രമിക്കപ്പെടുന്നത് 1-ാം തീയതി പുലർച്ചെ 2:30 അന്ന് ഈ വീരൻകുടിയിലെ ഇവരുടെ കുടിലിൽ കിടന്നുറങ്ങുന്നതിനിടയിലാണ് ഈ കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നതും പിന്നീട് പിന്നാലെ എത്തി ഈ കാടിന് സമീപത്ത് വെച്ച് പിതാവ് ഈ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോഴും ഈ കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് സമീപത്ത്, അതായത് ഈ മലക്കപ്പാറ റോഡിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഭാഗത്താണ് ഈ പുലി ഉള്ളത്. ആ പുലിയെ കണ്ട് ഈ സമീപത്തെ കച്ചവടക്കാരൻ ഈ ജീപ്പിൽ വരികയായിരുന്നു. അദ്ദേഹമാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ആ ജീപ്പ് നിർത്തി ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് പോലും ആ പുലി ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. എസ്കേൻ, സാധാരണ ഈ ജീപ്പിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പുലി ഉൾവലിയേണ്ടതാണ്, പക്ഷെ ആ പുലി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ജീപ്പ് യാത്രികൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിനുശേഷവും ഈ സമീപത്ത് തന്നെ, ഈ ഉന്നതിക്ക് സമീപത്ത് പുലി 2 തവണ കൂടി എത്തിയിരുന്നു. അന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നിൽക്കുന്ന സമയത്ത് അരമണിക്കൂർ നേരം ഇവരുടെ മുന്നിൽ ഇതേപോലെ ഈ പുലി നിന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് ഇവർ പുലിയെ തുരത്താനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും പുലി ഭയപ്പെട്ട് പിന്മാറിയിരുന്നില്ല. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ പുലിയെ അന്ന് അവിടെ നിന്ന് തുരത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പുലിയെ കൂടുവെച്ച് പിടികൂടണം എന്ന് ആവശ്യം ഈ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടിയെ ആക്രമിച്ചു എന്ന് കരുതുന്ന പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എസ്കേ, ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതേ പുലി തന്നെയാണോ അതേ പുലി എന്ന് ഇനി വനംവകുപ്പ് സ്ഥിരീകരിക്കട്ടെ. പത്തനാപുരം കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ പട്ടാപ്പകൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി. പൊന്മേലിൽ രേഷ്മയുടെ വീട്ടിലേക്കാണ് പുലി ഓടിക്കയറിയത്. വളർത്തുന്നായെ പിന്തുടർന്നാണ് പുലി വീട്ടിലേക്ക് കയറി ചെന്നത്. സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതെന്ന വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം. സുജിത്തെ, വിവരങ്ങൾ. എസ്കേൻ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ഈ പൊന്മേലിൽ സ്വദേശിയായിട്ടുള്ള രേഷ്മയുടെ വീട്ടിലേക്ക് പുലി എത്തിയതായി പറയുന്നത്. ഈ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്താണ് ഒരു നായയെ പിന്തുടർന്ന പുലി ഈ വീട്ടിനുള്ളിലേക്ക് കയറിയത്. ഉടൻ തന്നെ വീട്ടുകാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പുലി ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയും പുലിയുടെ കാൽപ്പാടുകൾ പുലിയുടെ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് കലഞ്ഞൂർ മേഖലയൊക്കെ തന്നെ. എത്രയും വേഗം തന്നെ ഈ പുലിയെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ പുലി രാത്രികാലങ്ങളിൽ എത്തിയതായുള്ള CCTV ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ പുലിയെ ആളുകൾ നേരിട്ട് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക മാറ്റേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എസ്കേ, താങ്ക് യു സുജിത് സുരേന്ദ്രൻ. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനങ്ങളിൽ തടസ്സങ്ങൾ നീക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിലുള്ള തടസ്സം നീക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധികളെ നൽകാനും സർക്കാർ സഹകരിക്കണം. കൂടിക്കാഴ്ചയ്ക്കെത്തിയ മന്ത്രിമാരോടാണ് ഗവർണർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. ശ്രീജിത്ത്, ഞാൻ പറയുന്നത് കേൾക്കാമോ? ശ്രീജിത്തിന് വിവരങ്ങൾ പറയൂ. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം കാലമായി കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും സ്ഥിരം VC ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പരാതികൾ വരുമ്പോഴാണ് ഇപ്പോൾ ഇതിന് തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട്. രണ്ടുപേരും സംസാരിച്ച് തീർക്കണം എന്ന, രണ്ട് പക്ഷവും സംസാരിച്ച് തീർക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായതിനു ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ചുവടുവയ്പ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിമാർ ചർച്ച തുടങ്ങി. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഭൂരിപക്ഷം ആരോഗ്യ സർവകലാശാല ഒഴികെ ഒരിടത്തും സ്ഥിരം VC-മാരില്ല. എല്ലായിടത്തും താൽക്കാലിക VC-മാരാണ്. സ്ഥിരം VC-മാരെ നിയമിക്കാൻ സർക്കാരും ഗവർണറും യോജിച്ചൊരു സംവിധാനം ഉണ്ടാക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് സഹകരണം വേണമെന്ന കാര്യം ഗവർണർ ആവശ്യപ്പെട്ടത്. ഇന്നലെ ഗവർണറെ ചെന്ന് കണ്ട നിയമമന്ത്രി P. രാജീവിനോടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനോടുമാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് നിഷ്കർഷ. ആ നിഷ്കർഷ പാലിച്ചുകൊണ്ട് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉള്ള സർക്കാരിൻ്റെ പ്രതിനിധിയെയും ഒപ്പം സർവകലാശാല പ്രതിനിധിയെയും നൽകുന്നതിന് ഇപ്പോൾ പല തടസ്സങ്ങളുമുണ്ട്. ചിലയിടത്ത് നിയമവ്യവഹാരങ്ങളാണ് തടസ്സങ്ങളെങ്കിൽ മറ്റിടത്ത് സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയും മറ്റും എതിർപ്പാണ്. ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. അതാണ് താൻ പ്രതീക്ഷിക്കുന്ന സഹകരണമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വേഗത്തിലൊരു തീരുമാനമുണ്ടായാൽ ബാക്കി രാജ്ഭവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള കാലതാമസം എടുക്കില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിൽ
രണ്ട് വിഭാഗത്തിനും ആത്മാർത്ഥതയില്ലെന്ന് ഹൈക്കോടതി. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ഇന്ന് വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ VC അധിക്ഷേപിച്ചെന്ന് പരാതി ഉയരുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന രജിസ്ട്രാറുടെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. VCക്കും രജിസ്ട്രാർക്കും വാശിയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ VCയുടെ ഉത്തരവാദിത്വം തീർന്നു. ബാക്കി തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസ് വീണ്ടും മറ്റന്നാൾ പരിഗണിക്കും. എന്നാൽ VC നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർവകലാശാല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ വൈസ് ചാൻസലർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട എന്നുമായിരുന്നു VCയുടെ അധിക്ഷേപം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹൻ കുന്നുമേൽ ആരോപിച്ചു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിൽ നിന്ന് CPM അനുകൂല സംഘടനകൾ വിട്ടുനിന്നു. ഇതിനിടെ വൈസ് ചാൻസലറുടെ കടുംപിടുത്തം മൂലം NCC, NSS, ഭിന്നശേഷി കുട്ടികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ചേരേണ്ടിയിരുന്ന സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെക്കേണ്ടി വന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി ലിനീഷിനെതിരെ നരഹത്യാ വകുപ്പ് ചുമത്തി. വൈദ്യുത കെണിക്ക് ഉപയോഗിക്കുന്ന കമ്പികളും വയറും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. മിഥില, പറയൂ. പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ. നിലവിൽ ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു തൊട്ടിൽപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ വീട്ടമ്മ മരിച്ചതെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ ഇപ്പോൾ നരഹത്യ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ വീട്ടമ്മയ്ക്കൊപ്പം തന്നെ ഒരു വളർത്തു പശുവും അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശുവും മരിച്ചത് ഷോക്കേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൃഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ക്രൂരത അത്തരം ഒരു വകുപ്പ് കൂടി ചുമത്തുന്ന കാര്യം ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇന്ന് ഈ പ്രതിയുമായി ഈ സംഭവം നടന്ന സ്ഥലത്തും ഒപ്പം തന്നെ പ്രതിയുടെ വീട്ടിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ തെളിവെടുപ്പിനിടയിൽ പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ വൈദ്യുതി കെണിക്ക് ഉപയോഗിക്കുന്ന കേബിളുകളും മറ്റ് കമ്പികളുമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോഴും തുടർന്നുള്ള അന്വേഷണത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമാകും എന്ന ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. കൊച്ചിയിലെ എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെൻഷൻ ലൈൻ മാറ്റാൻ KSEB പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ KSEB നടപടി വന്നു. പണം അടയ്ക്കാതെ തന്നെ ലൈൻ മാറ്റാനുള്ള പണികൾ KSEB ആരംഭിച്ചു. റോഡിന് എതിർവശത്തേക്ക് ലൈൻ സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ തുടങ്ങിയത്. പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. നാളെയോടെ ലൈൻ പൂർണ്ണമായും മാറ്റും. 24 ഇമ്പാക്ട് വാർത്തയുമായി സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ സൂര്യശ്രീ. SKN വാർത്ത ഇടപെടലാകുന്നു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ എറണാകുളം എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് ഇത്തരത്തിൽ ഹൈടെൻഷൻ കേബിൾ വലിയ രീതിയിൽ അപകടകരമായ രീതിയിലൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ പലതവണ KSEBയോട് ഈ അപകടം ചൂണ്ടിക്കാണിച്ച് ഈ ലൈൻ ഇലക്ട്രിക് ലൈൻ 11 kV ലൈനാണുള്ളത്. ഈ ലൈൻ മാറ്റാൻ പലതവണ KSEB ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ വേണം ആ സമയത്ത് പറയാനായിട്ട്. ഇതിന് പിന്നാലെയൊക്കെ കൊല്ലം തേവലക്കരയിലെ ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവമൊക്കെ നമുക്ക് മുന്നിൽ പാഠമായി ഉണ്ടായ സമയത്തും ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ KSEBയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ആ സമയത്തുണ്ടായില്ല. നമ്മൾ പൊതുജനത്തിലും ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വളരെ വലിയ രീതിയിൽ തന്നെ കൊടുത്തതാണ്. അതിന് പിന്നാലെ KSEB ഇത്തരത്തിൽ ഈ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈ ടെൻഷൻ കേബിൾ മാറ്റാമെന്നും പക്ഷേ പകരം പഞ്ചായത്ത് ഈ ലൈൻ മാറ്റുന്നതിനുള്ള ചെലവായി പഞ്ചായത്ത് 1,07,000 രൂപ ഡിപ്പോസിറ്റായി നൽകണമെന്നതുമടക്കം രേഖാമൂലം പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ഇത് നമ്മൾ പ്രൈം ടൈമിൽ തന്നെ ഈ വാർത്തയും ബ്രേക്ക് ചെയ്തിരുന്നു. കാരണം ഇത്തരത്തിൽ കൊല്ലം തേവലക്കരയിലെ സംഭവം നമുക്കൊരു പാഠമായി നിൽക്കെ തന്നെ ആ സമയത്തെ പല KSEB ഓഫീസുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അവർ സ്വന്തം പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അപകടകരമായ. ഓക്കെ, ഇനി ഇന്നത്തെ പകൽ സമയം വന്ന ചില വാർത്തകളിലേക്ക്. വാർത്താ പകൽ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ.
ഇക്കാര്യം ഉന്നയിച്ച് അബ്ദുൽ ഫത്താ മഹീദി അറ്റോർണി ജനറൽ അബ്ദുൾ സലാം അൽഹുത്തിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടുവെന്നും കത്തിൽ. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിലുടക്കി വീണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. കൊച്ചിയിൽ നിന്ന് പോയ 15ഓളം ബോട്ടുകൾ മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ തിരികെ എത്തി. കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന സംബന്ധിച്ച പട്ടികയുമായി KPCC നേതൃത്വം ഡൽഹിയിലേക്ക്. KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്നത്. ഈ മാസം 10ഓടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ സാധ്യത. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 വർഷമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല. ഫെൻസിംഗ് ഉടനെ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ. വിയ്യൂർ ഒഴിച്ചുള്ള സെൻട്രൽ ജയിലുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തനരഹിതമെന്നും കണ്ടെത്തൽ. ട്രംപിന്റെ വ്യാപാര നയതന്ത്രത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ രൂക്ഷമായ ആരോപണവുമായി അമേരിക്കൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുകയാണെന്ന് സ്റ്റീഫൻ മില്ലർ. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും രാജ്യസഭാ സിറ്റിംഗ് എംപിയുമായ ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വിടവാങ്ങിയത് സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നേതാവ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് മദ്യപിക്കാൻ പോലീസ് സുരക്ഷയൊരുക്കിയതിലെ നാണക്കേടിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ മുഖരക്ഷിക്കൽ നീക്കം തുടങ്ങി. കേസെടുക്കാൻ നിയമോപദേശം തേടി. സുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കും. അതേസമയം കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 കൊല്ലമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്ന വിവരവും പുറത്തുവന്നു. പോലീസ് സംരക്ഷണയോടെയുള്ള കൊടിസുനിയുടെ മദ്യസേവയിൽ നാണക്കേട് മറയ്ക്കാൻ കൂടുതൽ നടപടികളെടുക്കാതെ പോലീസിന് രക്ഷയില്ല. CPOമാരെ മാറ്റി ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ എസ്കോർട്ടിന് നിയോഗിക്കാനാണ് പുതിയ തീരുമാനം. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവുണ്ടാകില്ല. കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും. ഗുരുതര കൃത്യവിലോപമുണ്ടായെന്ന് KK രമ MLA. വളരെ ഗുരുതരം കൃത്യവിലോപങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി FIR ഇടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണമെന്നുള്ളതാണ്. ജയിലിൽ TP കേസ് പ്രതികൾക്ക് 5 സ്റ്റാർ സൗകര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. സംഭവത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ മറുപടി ഇങ്ങനെ: കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി. ഇതിനിടെ TP വധക്കേസിലെ മുഖ്യപ്രതി TK രജീഷിന് 15 ദിവസത്തെ പരോൾ നൽകി. ഇതാദ്യമായാണ് TK രജീഷിന് പരോൾ ലഭിക്കുന്നത്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് ഫെൻസിംഗ് 3 വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് ജയിൽ മേധാവി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്ന വിയ്യൂർ സെൻട്രൽ ജയിൽ മാത്രമെന്നാണ് കണ്ടെത്തൽ. കണ്ണൂർ ബ്യൂറോടൊപ്പം 24 കോഴിക്കോട്. ടെലഫോൺ ചോർത്തലിൽ മുൻ MLA PV അൻവറിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു. തന്റെ ഫോൺ അൻവർ ചോർത്തിയെന്ന കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. മുരുകേഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അയാൾ ചോർത്തുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അയാളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം അതിൻ്റെ പുറകെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് ഞാൻ DGPക്കും ഇവിടെ മലപ്പുറത്ത് എല്ലായിടത്തും തന്നു. പക്ഷേ അന്നത്തെ DYSP അതൊന്നും എവിഡൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഇത് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഹൈക്കോടതി അത് സീരിയസ് ആയിട്ട് എടുത്ത്. അപ്പം ഇവരെടുക്കാൻ ഒന്നുകൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അയാളുടെ ഫോൺ എടുക്കണം, അയാളുടെ കമ്പ്യൂട്ടർ, അതിൽ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് എല്ലാം സീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ കൊടുത്തത്. അത് ഓണറബിൾ ഹൈക്കോടതി അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മൊഴി എടുക്കാനായിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇഷ്യൂവിൽ എന്നെ ഇവിടെ വിളിപ്പിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, PV അൻവറിന് കുരുക്കായോ? 2024 സെപ്റ്റംബർ 1 വാർത്താ സമ്മേളനത്തിലാണ് PV അൻവർ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ഫോൺ കോളുകൾ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി കേസുകൾ കൊടുക്കുകയും അതിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള വ്യവസായിയും കൊല്ലം സ്വദേശിയുമായിട്ടുള്ള മുരുകേഷ് നരേന്ദ്രൻ തന്റെ ഫോണും ചോർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയവുമായി പോലീസിന് പരാതി നൽകുന്നത്. എന്നാൽ ഈ പരാതി പോലീസ് അതിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് മുന്നോട്ട് അതിലൊരു അന്വേഷണം നടത്തിയില്ല.
സാധിക്കില്ല. അങ്ങനെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയായിരുന്നു. ഹൈക്കോടതി ഇതിൽ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്, എങ്ങനെ ഫോൺ കോളുകൾ ചോർത്തിയെന്നുള്ളതിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം വേണമെന്നും 1 മാസത്തിനകം തന്നെ ഇതിൽ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇന്ന് മുരുകേഷിനെ മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അദ്ദേഹം ഈ ഫോൺ കോളുകൾ PV അൻവർ ചോർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഡിവൈസുകളെല്ലാം തന്നെ പിടിച്ചെടുക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ IT ആക്ടും ഒപ്പം തന്നെ ഇൻഫർമേഷൻ ആക്ടും പ്രകാരം മുൻ MLA PV അൻവറിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.